ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സിസ്റ്റർ ജസ്മിൻ CSN. ഞാൻ നസ്രത്ത് സഹോദരികളുടെ സന്യാസ സഭയിലെ അംഗമാണ്. ഞാനിവിടെ ആസാമിൽ ബൊങ്കയോൺ ഡയസിസിൽ ഞങ്ങളുടെ ഒരു വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്ററിൻ്റെ ഇൻചാർജായിട്ട് വർക്ക് ചെയ്യുകയാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തിൻ്റെ ഇടപെടലുകളെ പറ്റി, ദൈവം തന്ന മഹനീയമായ ദൈവവിളിയെപ്പറ്റി ഈ നിമിഷങ്ങളിൽ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ഞാനിവിടെ ആഗ്രഹിക്കുകയാണ്. എൻ്റെ വീട് തലശ്ശേരി അതിരൂപതയിലെ മണിപ്പാറ ഇടവകയിലാണ്. കണ്ടത്തിക്കുഴയിൽ ചാക്കോച്ചൻ്റെയും ബ്രിജിറ്റിൻ്റെയും 4 മക്കളിൽ മൂത്ത മകളാണ് ഞാൻ. എനിക്ക് 2 ആങ്ങളമാരും ഒരു അനുജത്തിയുമുണ്ട്. ഞാൻ 2002 ഫെബ്രുവരി 6-ാം തീയതി ആദിവ്രത വാഗ്ദാനം ചെയ്യുകയും 2007 ജൂൺ 23-ാം തീയതി നിത്യവ്രത വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഈ കഴിഞ്ഞ 15 വർഷക്കാലം ഈശോയുടെ മുന്തിരിത്തോപ്പിൽ കർത്താവിൻ്റെ കരം പിടിച്ച് നടന്നു നീങ്ങുവാനുള്ള വലിയ കൃപ ദൈവം എനിക്ക് പ്രദാനം ചെയ്തു. എൻ്റെ ദൈവവിളിയെപ്പറ്റി പറയുവാണെങ്കിൽ, ദൈവത്തിൻ്റെ ഒരു വലിയ കരം എൻ്റെ ജീവിതത്തിലുടനീളം ഞാൻ കാണുന്നുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മഠത്തിൽ ചേരണമെന്ന വലിയ ആഗ്രഹത്തോടു കൂടി ആയിരുന്നു ഞാൻ. പാവപ്പെട്ട മനുഷ്യരെ സേവനം ചെയ്യണം, അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിലേക്ക് ഈശോയുടെ സ്നേഹം കൊടുക്കണമെന്ന് കുഞ്ഞുനാൾ തൊട്ടേ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതിനനുസരിച്ച് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് വീട്ടിലൊക്കെ അനുവാദമൊക്കെ വാങ്ങി. ആദ്യമൊന്നും അവർക്കൊന്നും വലിയ ഇഷ്ടമൊന്നും ഉണ്ടായില്ലെങ്കിലും ഒരു തരത്തിൽ അനുവാദമൊക്കെ വാങ്ങി ദൈവവിളി ഒക്കെ സ്വീകരിച്ച് മഠത്തിലേക്ക് വരുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഒക്കെ നടത്തി. ഒരു 13-ാം തീയതി എനിക്ക് മഠത്തിൽ പോകണം. അതിനുവേണ്ടി എല്ലാം ഒരുങ്ങി. ഒരു 11-ാം തീയതി ആയപ്പോഴേക്കും എനിക്ക് വലിയ ജലദോഷവും പനിയൊക്കെ പിടിച്ച്. അപ്പോൾ പപ്പ എന്നെ ഇരിട്ടിയിലുള്ള ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രി കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ ബസ്സിൽ നിന്ന് വീണ് എൻ്റെ വലത് കാലിൻ്റെ മുട്ടിൻ്റെ ചിരട്ട തിരിഞ്ഞുപോയി. അപ്പം എന്നെ തിരിച്ച് വീട്ടിൽ വന്നു. ഭയങ്കരമായിട്ട് നീര് വെച്ചു. ആശുപത്രിയിൽ കൊണ്ടുപോയി. മുട്ടിന് പൊട്ടലൊന്നുമില്ല, പക്ഷേ മുട്ടിൻ്റെ ചിരട്ട തിരിഞ്ഞു പോയി. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു, മോളെ നിനക്ക് ദൈവവിളിയില്ല, ദൈവവിളി ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ലെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടമായി. എൻ്റെ കൂടെ പോരാനുള്ള ബാക്കിയുള്ള കുട്ടികളെല്ലാവരും റെഡിയായി, എല്ലാവരും മഠത്തിലെത്തി. അത് കഴിഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു 3 മാസം കഴിയാതെ ഈ കുട്ടിയുടെ കാല് ശരിയാകുകയില്ല. അപ്പോഴേക്കും പപ്പായും വീട്ടുകാരും എല്ലാവരും പറഞ്ഞു, നിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ എന്ത് ചെയ്യും, നമുക്ക് കോളേജിൽ ചേർക്കാൻ നിന്നെ, നീ +2 കഴിഞ്ഞിട്ട് നിനക്ക് മഠത്തിൽ പോകാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് ഭയങ്കര സങ്കടമായി. കാരണം എനിക്ക് മഠത്തിൽ പോരണം, ഈശോയ്ക്ക് സേവനം ചെയ്യണം ഇന്ന് പറയുന്നതിനേക്കാൾ ഒരു 100 ഇരട്ടി ആഗ്രഹം അന്നെൻ്റെ മനസ്സിലുണ്ടായിരുന്നു കുഞ്ഞായിരുന്നപ്പോൾ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കാല് വീട്ടിലാരും ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ പതിയെ അതിലേക്ക് നടന്നു. പിന്നെ ഒരുപാട് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാവരും ദൈവവിളിയില്ല എന്ന് എന്നോട് പറയുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഈശോ എന്നെ വിളിച്ചിട്ടുണ്ട്, എനിക്ക് ദൈവവിളിയുണ്ട്, എന്തായാലും ഞാൻ മഠത്തിപ്പോരും. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ മമ്മി എന്നോട് പറയുമായിരുന്നു, മോളെ ഈശോ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്ക് ദൈവവിളിയുണ്ട്, ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് സമയത്ത് മഠത്തിൽ പോകാൻ സാധിക്കും, നീ പ്രാർത്ഥിച്ചാൽ മതി, നീ അതിനു വേണ്ടി വേറെ ഒന്നും ചെയ്യണം, നീ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതുപോലെ എനിക്ക് മഠത്തിൽ നിന്ന് എന്നെ വിളിക്കുമായിരുന്നു. എൻ്റെ സിസ്റ്റേഴ്സൊക്കെ ഫോൺ വിളിക്കുമായിരുന്നു. അവരെല്ലാവരും എന്നോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്ക്, തമ്പുരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്ക് മഠത്തിൽ പോരാം. അങ്ങനെ ഞാൻ 3 മാസം റെസ്റ്റ് എന്ന് പറഞ്ഞ് എന്നെ ദൈവം അത്ഭുതകരമായിട്ട് എനിക്ക് 1 മാസത്തിനുള്ളിൽ എൻ്റെ കാല് ശരിയായി. ഞാൻ മഠത്തിൽ പോന്നു. മഠത്തിൽ പോന്നു കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി മഠത്തിൽ വന്നു. കാര്യങ്ങളെല്ലാം എൻ്റെ ഗ്രൂപ്പിലെ കൂട്ടുകാരുടെ കൂടെയൊക്കെ എല്ലാവരും മുട്ടേക്കുത്തി പ്രാർത്ഥിക്കുമ്പോൾ അന്ന് തൊട്ട് ഞാൻ കുറേ നാളുകൾ കസേരയുടെ മുകളിൽ ഇരിക്കേണ്ടി വന്നു. അതും എനിക്ക് ആ ദിവസങ്ങളിലൊക്കെ വളരെ വിഷമമൊക്കെ ആയിരുന്നു. പക്ഷേ എന്നാലും അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കണ്ണിനൊരു പ്രശ്നം വരാൻ തുടങ്ങി. എൻ്റെ അപ്പോൾ കണ്ണിൻ്റെ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു, എൻ്റെ ഒരു കണ്ണിന് കാഴ്ചയില്ല, ഇനി ഒരിക്കലും ഈ കാഴ്ച തിരിച്ചു കിട്ടിയാലെന്ന് ആദ്യം കണ്ട് ഡോക്ടറിനോട് പറഞ്ഞു. കണ്ണിനൊരു കാഴ്ചയൊന്നും ഇല്ലെങ്കിൽ എങ്ങനെയാണ് സന്യാസ സഭയെ തുടരുന്നത്? അതുപോലെ എൻ്റെ സിസ്റ്റർമാർ സ്നേഹബുദ്ധി എന്നോട് പറഞ്ഞു, മോളെ നീ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നത് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞു.
എനിക്ക് പിന്നെ ഒരു ഭയങ്കര സങ്കടത്തിൻ്റെ ഒരു കാലഘട്ടങ്ങളായിരുന്നു. ഞാൻ വിചാരിച്ചു എല്ലാവരും എന്നോട് മടത്തി പോകണ്ടെന്ന് പറഞ്ഞു. നീ ഇനി എന്തിനാ മടത്തി പോകുന്നത്, നിനക്ക് ദൈവവിളി ഇല്ലെന്ന് പറഞ്ഞു. ബസ്സിൽ നിന്ന് വീണ് ഈശോയും കാണിച്ചു. എന്നിട്ട് ഞാൻ തല്ലിപ്പടച്ച് പിന്നെ മടത്തി വന്നു. പിന്നെ അതേ അടുത്ത പ്രതിബന്ധം വന്നിരിക്കുന്നു. എനിക്കും സഹിക്കാൻ മേലാത്ത വിഷമമായി. ഞാൻ ഒരുപാട് ദിവസം സക്രാരിയുടെ മുന്നിലിരുന്ന് കരയുമായിരുന്നു. ഈശോയെ, നിനക്കെന്നെ വേണമെങ്കിൽ നിനക്ക് എൻ്റെ കണ്ണൊക്കെ സുഖമാക്കാൻ പറ്റും. അങ്ങനെ ഒരു ദിവസം വേറൊരു ഡോക്ടറിൻ്റെ അടുത്ത് എന്നെ കൊണ്ടുപോയി. ടോണി ഫെർണാണ്ടസ് എന്ന് പറഞ്ഞ് വളരെ ഒരു വലിയൊരു ഡോക്ടറിൻ്റെ അടുത്ത് എന്നെ കൊണ്ടുപോയി. അവിടെ ചെന്ന് ഡോക്ടറിൻ്റെ കണ്ണ് പരിശോധിച്ച് പറഞ്ഞു, ഇതത്ര വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. ഒരു മാസം മൂന്ന് മരുന്നൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഒരു മാസത്തേക്ക് നിന്റെ കണ്ണിന് വേണ്ടിയുള്ള എക്സസൈസൊക്കെ തരാമെന്ന് പറഞ്ഞ് ഈ ഡോക്ടർ എന്നെ അങ്ങനെ വിട്ടു. എന്നാലും എന്നെ ഇന്ന് പറഞ്ഞു വിടുവോ വീട്ടിൽ, നാളെ പറഞ്ഞു വിടുവോ വീട്ടിൽ എന്നുള്ളൊരു വല്ലാത്തൊരു വേദനയിലും വിഷമത്തിലായിരുന്നു ഞാൻ. ഈ കാര്യങ്ങളൊന്നും ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. കാരണം വീട്ടിൽ പറഞ്ഞാൽ ഉടനെ എൻ്റെ പപ്പ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോകുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് പിന്നെ എൻ്റെ കൂടെയുള്ള കൂട്ടുകാർ എല്ലാവരും എന്നോട് പറഞ്ഞു, അന്ന് എവ്പ്രാസി അമ്മ ധന്യയായി ഇരിക്കുന്ന സമയമാണ്. എല്ലാവരും ഒരു കൂട്ടുകാരി പ്രത്യേകിച്ച്, അവളുടെ പേര് ഞാൻ ഓർക്കുക, ഷേർലി എന്ന് പറഞ്ഞൊരു കൂട്ടുകാരി എന്നോട് പറഞ്ഞു, നമുക്ക് ജെൻസി നീ നന്നായിട്ട് പ്രാർത്ഥിക്കുക, എവ്പ്രാസിയമ്മയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എവ്പ്രാസിയമ്മ നിൻ്റെ കണ്ണിൻ്റെ അസുഖം ഭേദമാക്കി തരും, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ എവ്പ്രാസിയമ്മയോടും മാതാവിനോടും യൗസപിതാവിനോടും ഞങ്ങളുടെ നസ്രത്തിൻ്റെ തിരുക്കുടുംബത്തോടും ഒത്തിരി പ്രാർത്ഥിച്ചു. ഈശോയെ, നീ ആഗ്രഹിക്കുന്നെങ്കിൽ, ഞാൻ നിനക്ക് വേണ്ടിയാണ് വന്നത്, ഈശോയെ നീ ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ കണ്ണിൻ്റെ അസുഖം മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടറിന് വരെ അത്ഭുതമായിപ്പോയി. എൻ്റെ കണ്ണിന് വിചാരിക്കുന്നതിനേക്കാൾ അധികം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. അങ്ങനെ ഞാൻ ആസ്പിറൻസി കാലഘട്ടം ഇങ്ങനെ എൻ്റെ ഗ്രൂപ്പിലുള്ള, അന്നേരത്തേനും എൻ്റെ ഗ്രൂപ്പിലുള്ള എല്ലാ കുട്ടികളെയും വടക്കേ ഇന്ത്യക്ക് കൊണ്ടുപോയി. ഞാൻ മാത്രം അവിടെ ആലുവയിൽ ഞങ്ങളുടെ മിഷൻ ഹൗസിൽ ഇങ്ങനെ ഓരോ ജോലിയൊക്കെ ചെയ്ത് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ പഠിച്ച് ഞാനിങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പോഴും എൻ്റെ മനസ്സിൽ പിന്നെയും ആദ്യം കുറച്ച് നാൾ കണ്ണ് ശരിയായെങ്കിലും എൻ്റെ മനസ്സിൽ പിന്നെയും ഒരു പേടിയും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാണോ എന്നെ ഇനി തിരിച്ചു വിടാൻ പോകുന്നത്? അങ്ങനെ ഒരു വല്ലാത്തൊരു ഭയത്തിൻ്റെ ഒരു സാധനമായിരുന്നു. ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പം വളരെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നി. എനിക്കറിയത്തില്ല സമയം എന്തുമാത്രം പോയെന്ന്. ഞാനിങ്ങനെ തമ്പുരാൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുക. എനിക്കൊരു കുഞ്ഞു ഉണ്ണീശോ എൻ്റെ അടുത്ത് വരുന്നത് പോലെ ഒരു ഭയങ്കര ഒരു ഫീലിംഗ് എനിക്ക് കിട്ടി. ഫീലിംഗ് അല്ല, അത് പറയാൻ എനിക്ക് അറിയില്ല. എനിക്ക് തമ്പുരാൻ എൻ്റെ ഈശോ എൻ്റെ അടുത്തേക്ക് വന്ന് ഈശോ എന്നോട് നിനക്ക് ഞാൻ ഐ ആം ദെയർ ഫോർ യു എന്നൊരു പറയുന്നൊരു ഭയങ്കര ഒരു സാധനം എനിക്കൊരു അനുഭവം എൻ്റെ മനസ്സിലേക്ക് വന്നു. ആ അനുഭവം എന്നെ അങ്ങ് വല്ലാതെ എന്നെ ധൈര്യപ്പെടുത്തി. പിന്നെ ഞാൻ ഓർത്തു, എൻ്റെ തമ്പുരാൻ എന്നെ വിളിച്ച് നോബഡി, ആർക്കും എന്നെ ഇനി തിരിച്ചു പറഞ്ഞു വിടാൻ പറ്റത്തില്ല. എൻ്റെ തമ്പുരാൻ എന്നെ വിളിച്ച് ആ വിശ്വാസം എന്നെ ഭയങ്കരമായിട്ട് ധൈര്യപ്പെടുത്തി. പിന്നെ സന്യാസ ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടത്തിലും ഒത്തിരിയേറെ പലപ്പോഴും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് ജീവിതത്തിൽ ആവശ്യമാണ്. അല്ലെങ്കിൽ ഈശോയെ മുറുകെ പിടിക്കാൻ ഈശോ ഒരുപാട് അനുഭവങ്ങൾ തന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എപ്പോഴും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്നൊരു വല്ലാത്തൊരു ഒരു അനുഭവം എനിക്കുണ്ട്. തമ്പുരാൻ അത് കഴിഞ്ഞ് ഞാൻ സിസ്റ്ററായി കഴിഞ്ഞ് കഴിഞ്ഞൊരു പല സ്ഥലങ്ങളിലും സേവനം ചെയ്യാനൊക്കെ പോയി. വളരെ പ്രത്യേകമായിട്ട് ഞാൻ ഈ ആസാമിലെ തന്നെ ഒരു അനുഭവം ഓർക്കുക. ഞാൻ 2004 സൊറായ്ബിൽ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയിൽ ഞങ്ങൾ വില്ലേജ് വർക്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വില്ലേജിലും പോവും, സ്കൂളിലൊക്കെ പോവും, എൻ്റെ സുപ്പീരിയർ സിസ്റ്ററും ഞാനും. അന്നൊന്നും എനിക്ക് സൈക്ലിംഗ് ഒന്നും അറിയത്തില്ല. പിന്നെ ഞങ്ങൾക്ക് ഒരു പശ്ചിം കാശിവാരി എന്ന് പറഞ്ഞ ഒരു സങ്കോഷ് നദി കഴിഞ്ഞ് പോകുന്ന ഒരു ദൂരത്തിലൊരു സ്ഥലത്ത് ഞങ്ങൾക്ക് വില്ലേജിലെ കുർബാനയ്ക്ക് വേണ്ടി പോകേണ്ടി വന്നു. പകുതി വഴി വരെ നമ്മുടെ വണ്ടിക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തോണിക്ക് കയറി ഈ സന്തോഷ് നദി കടന്ന് ഞങ്ങൾ അവിടെ പോയി. അപ്പോൾ പോകുന്ന വഴി മുഴുവൻ വേറെ ഒരു ചേട്ടൻ്റെ സൈക്കിളിൻ്റെ പുറകിലിരുന്നാണ് ഞങ്ങൾ ഈ പോകുന്നത്. ഞങ്ങൾ 2 സിസ്റ്റേഴ്സ് സൈക്കിളിൻ്റെ പുറകിലിരുന്ന്, അച്ഛനും ബ്രദറിനും ഓരോ സൈക്കിള്. ഞങ്ങളിങ്ങനെ സൈക്കിളിൽ പോയി. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര പേടിയായത്, ഈ സൈക്കിളിൻ്റെ പുറകിലിരിക്കാൻ പേടിയായതുകൊണ്ട് ഞാൻ കൊന്തയൊക്കെ ചൊല്ലി മാതാവേ കാത്തോളനെ, താഴെ വീഴിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, കുഴപ്പമൊന്നുമില്ല, നല്ല സുഖമാണ് എന്നോർത്ത്. കാരണം 2 വശവും നിറച്ച് കടുകിൻ്റെ പൂക്കളാണ്. നല്ല സൈറ്റ്, നല്ല കാണാൻ നല്ല ഭംഗിയുള്ള കണ്ടത്തിൻ്റെ വരമ്പേ കൂടെ ഞങ്ങൾ പോകുക.
കുറേ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ആനക്കുളവിയുടെ കൂട്, കടന്നലെന്നൊക്കെ പറയും ചില സ്ഥലങ്ങളിൽ, ഈ ആനക്കുളവിയുടെ കൂട് പക്ഷി വന്ന് കൊത്തി ഞങ്ങൾ സൈക്കിള് പോയതിൻ്റെ തൊട്ട് മുന്നിലോട്ട് ഇതങ്ങ് വീണ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ചേട്ടന്മാരൊക്കെ അവരുടെ ഭാഷയെ പറഞ്ഞു ഓടിക്കോ എന്ന് പറഞ്ഞു. എനിക്ക് വേറെ ഒരു ഭാഷ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാകുകയില്ല, കാരണം ഞാൻ വന്നിറങ്ങി കേരളത്തിൽ നിന്ന് വന്നിട്ട് അധികം നാളായില്ല. അപ്പം ഞങ്ങളിരുന്നിടത്തേക്ക് ഈ കുളവി വന്ന് എൻ്റെ കൂടെ വന്ന സിസ്റ്ററിനെ കൊത്തി. സിസ്റ്റർ അവിടെ അങ്ങ് വീണുപോയി. അപ്പം ഞാനും ഓടി സിസ്റ്ററിൻ്റെ അടുത്തേക്ക് വന്നു. എന്താണെന്ന് മനസ്സിലാവുന്നതിന് മുമ്പ് ഈ കുളവി മുഴുവൻ ഞങ്ങളെ അങ്ങ് കുത്തി പൊതിഞ്ഞു. അത് കഴിഞ്ഞ് ആൾക്കാർ ചൂട്ടൊക്കെ കത്തിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവിടെ വീണു. അതുകൊണ്ട് ഒരു തരത്തിൽ ഞങ്ങളെ എഴുന്നേൽപ്പിച്ച് അവർ കൊണ്ടുപോയി. എന്നിട്ട് ഈ വില്ലേജിലെ മനുഷ്യർക്ക് ഭയങ്കര സങ്കടമായി. അവർ ഞങ്ങളെ കുറേ മണ്ണ് തേച്ച് പാല് കുടിക്കാൻ തന്നു. ഞങ്ങളെ ഇങ്ങനെ എന്താ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഒരമ്മച്ചി അവിടെ ഇരുന്ന് പറഞ്ഞു, ഇത്രയും ചെറിയ സിസ്റ്റർ അതിപ്പം മരിച്ചു പോകുമല്ലോ ദൈവമേ എന്നോർത്ത് എനിക്ക് ഭയങ്കര സങ്കടമാണ്. അവിടെ ഇരുന്ന് ആ വില്ലേജുകാരെല്ലാം മനുഷ്യരും ഞങ്ങൾക്ക് ചുറ്റും കൂടി ഈശോയെ പ്രേസ് ചെയ്ത് കുർബാനയുടെ സമയം മുഴുവൻ പ്രാർത്ഥിച്ചു, ഇവർക്കൊന്നും സംഭവിക്കരുതെന്ന്. എനിക്ക് ശരിക്കും ഇപ്പം ഞാൻ ഓർക്കുക, തമ്പുരാൻ ആ പ്രാർത്ഥന അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു. കുർബാനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒരു തരി പോലും കണ്ണ് കാണാൻ മേല. എൻ്റെ കണ്ണാടി ഇങ്ങനെ കണ്ണിൻ്റെ അകത്തോട്ടായി, കണ്ണും മുഖമൊക്കെ നീര് വെച്ച് കണ്ണൊട്ടും കാണാൻ മേല. മറ്റേ സിസ്റ്ററിനാണെങ്കിൽ ആസ്മയും തുടങ്ങി. എന്നിട്ട് ഞങ്ങൾക്ക് തിരിച്ച് ഇതേപോലെ 1.5 മണിക്കൂർ ഞങ്ങൾക്ക് സൈക്കിളിൻ്റെ പുറകിലിരുന്ന് വന്ന് നദി കയറി എന്നാലേ ഞങ്ങൾക്ക് തിരിച്ച് ഞങ്ങളുടെ സ്ഥലത്തേക്ക് എത്താൻ പറ്റുള്ളൂ. എന്നിട്ട് സൈക്കിളിൽ കയറി ഇരുന്ന് കഴിയുമ്പോൾ കണ്ണ് കാണത്തില്ലാത്ത കാരണം ആ ചേട്ടൻ്റെ മേലുമായിട്ട് എൻ്റെ കൈ ആ ചേട്ടൻ്റെ വയറയിൽ വേറൊരു തുണിയായിട്ട് അവർ കെട്ടിവെച്ചു. എന്നിട്ട് കെട്ടിവെച്ച് പിന്നെ ഒട്ടും കണ്ണ് തുറക്കാൻ മേല. കണ്ണാടിയൊക്കെ അമങ്ങിപ്പോയി, വാച്ചെല്ലാം അമങ്ങിപ്പോയി. എന്നിട്ട് ഞങ്ങളെ രണ്ടുപേരെയും കെട്ടി ഒരു വടിയൊക്കെ വെച്ച് ഞങ്ങളെ വടിയേലും കെട്ടി സൈക്കിളേലും കെട്ടി അവർ ഞങ്ങളെ അവിടുന്ന് കൊണ്ടുവന്ന് പോരുന്ന വഴിക്കൊക്കെ ഞാൻ വിചാരിച്ചു മരിച്ചു പോകുന്നു ഓർത്തപ്പോൾ അന്ന് എനിക്ക് നല്ല സന്തോഷമായിരുന്നു. കാരണം ഈശോ ഞങ്ങളുടെ സ്ഥാപിതാക്കൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കുടുംബ സന്ദർശനത്തിന് പോകുമ്പോൾ അവിടെ വെച്ച് ഈശോയുടെ വിളി കേൾക്കുവാണെങ്കിൽ നസ്രത്ത് സഹോദരി നീ ഭാഗ്യവതി എന്ന്. ആ ഒരു സാധനം എൻ്റെ മനസ്സിൽ ഏതായാലും ഈശോയ്ക്ക് വേണ്ടി പോയി. അന്ന് ആ സമയത്ത് മരിച്ചു പോകുന്നൊന്നും ഓർത്ത് എനിക്ക് പേടിയൊന്നും ഉണ്ടായില്ല. വളരെ ഒരു ഇതായിരുന്നു. ഭയങ്കര വേദനയായിരുന്നു, പറയാൻ മേലാത്തത്രയും വേദനയായിരുന്നു. എന്നിട്ട് ഞങ്ങളെ തിരിച്ചു കൊണ്ടുവന്ന് ഞങ്ങളെ രണ്ടുപേരെയും ഹോസ്പിറ്റലിലൊക്കെ ആക്കി. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് അന്ന് അത് വേറെ ഒരു പ്രശ്നവും ഇല്ലാതെ 3-4 ദിവസം ആശുപത്രി കിടക്കേണ്ടി വന്നു. അതിൽ നിന്ന് ഞങ്ങളെ ദൈവം വളരെ കരുതലോടുകൂടി കാത്തു. അത് കഴിഞ്ഞിട്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മുഖത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളൊക്കെ മാറി. പിന്നെ ഞാൻ അവിടെ 1 കൊല്ലത്തോളം പിന്നെയും സേവനം ചെയ്തു. അങ്ങനെ ദൈവത്തിൻ്റെ ഒരു കൃപ, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഓർക്കുമ്പോൾ ദൈവമേ ഞാൻ നന്ദിയല്ലാതെ ദൈവമേ ഞാൻ എന്തു പറയും എന്നാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എപ്പോഴും ഓർക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഞങ്ങളുടെ ജീവിതത്തെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സ്നേഹവും ഞാൻ ഒരുപാട് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മ എപ്പോഴും എൻ്റെ കൂടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. വളരെ പ്രത്യേകമായിട്ട് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഒരു ദിവസം ഇവിടുന്ന് ഹെലത്തേക്ക് ഇവിടുന്ന് യാത്ര ചെയ്യുകയായിരുന്നു. ബർപ്പട്ടേന്ന് ബസ്സിന് ഞങ്ങൾ ഹെലത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ബസ്സിന് യാത്ര ചെയ്ത് നൽബാരി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോൾ ബസ്സുകാർ തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായി. ആ ഞങ്ങളുടെ ബസ്സിൻ്റെ ക്ലീനറിനെ മറ്റേ പുറത്തെ ആൾക്കാർ അടിക്കാനായിട്ട് വന്നു. എന്നിട്ട് അവർക്ക് ആദ്യം അത് പറ്റാത്ത കാരണം അവർ കല്ലെറിഞ്ഞ് ബസ്സിൻ്റെ മുന്നിലത്തെ ചില്ല് മുഴുവൻ തകർത്തു, സൈഡിലത്തെ ചില്ലെല്ലാം തകർത്തു. ഞങ്ങൾ 2 സിസ്റ്റേഴ്സ് കൊന്ത ചൊല്ലി ഞങ്ങൾ ബസ്സിൻ്റെ ഫ്രണ്ട് സീറ്റിലായിരുന്നു ഇരുന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ മനുഷ്യനെ വെട്ടിക്കൊല്ലാൻ വേണ്ടി വലിയ വടിവാളുമായിട്ട് ആൾക്കാരെല്ലാവരും ഓടി വന്നു. ഫ്രണ്ട് സീറ്റിലിരുന്ന ഞങ്ങൾ 2 പേരുടെ സിസ്റ്റേഴ്സിൻ്റെ കാലിൻ്റെ ഇടയ്ക്കേക്ക് ആ മനുഷ്യൻ ഓടിക്കേറി എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു കരഞ്ഞു. ഞങ്ങളുടെ 2 പേരുടെയും കൈ കൊന്തയുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും ഇവൻ ഞങ്ങളുടെ കാലിൻ്റെ ഇടയ്ക്ക് കയറി ഞങ്ങളിങ്ങനെ ചേർത്ത് പിടിച്ച് ഞങ്ങൾ അവിടെ ഇരുന്നു. ഞങ്ങൾ പുറകെ ഓടി വന്ന മനുഷ്യരോട് പറഞ്ഞു, നിങ്ങൾ
അവനെ ഒന്നും ചെയ്യരുത്, നിങ്ങൾ അവനെ ഒന്നും ചെയ്യരുത്. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, സിസ്റ്റർ നിങ്ങൾ ദൈവത്തിൻ്റെ ആൾക്കാരാണ്, നിങ്ങൾ എഴുന്നേറ്റ് മാറണം, നിങ്ങൾ എഴുന്നേറ്റ് മാറിയില്ലെങ്കിൽ നിങ്ങൾക്കിട്ടും കിട്ടുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളെ ആദ്യം വെട്ടിക്കൊല്ല്, അത് കഴിഞ്ഞിട്ട് അവനെ വിട്ടു തരുവുള്ളൂ എന്ന് പറഞ്ഞു. അതൊരു ഭയങ്കര ഒരു പരിശുദ്ധ അമ്മയുടെ ഒരു വല്ലാത്തൊരു ധൈര്യം ഞങ്ങൾക്ക് അന്ന് അവിടെ തോന്നിപ്പോയി, എനിക്ക് അവിടെ തോന്നിപ്പോയി. എന്നിട്ട് ഈ മനുഷ്യൻ ഞങ്ങളുടെ ഇടയ്ക്ക് നിന്ന് എന്നെ വിട്ടുകൊടുക്കല്ലേ എന്നും പറഞ്ഞ് ഞങ്ങളുടെ കാലേ വീണ് കരഞ്ഞു. ഞങ്ങൾ എന്നിട്ട് ഈ മനുഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഒന്നും ചെയ്യരുത്, അവനൊന്നും ചെയ്യരുത്. എനിക്ക് അന്ന് വേറെ അധികം ഭാഷയൊന്നും അറിയത്തില്ല. ഞാൻ മലയാളത്തിൽ കുറേ പറഞ്ഞു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റർ സീനയായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന. സിസ്റ്ററിന് നന്നായിട്ട് ആസാമീസും നന്നായിട്ട് വേറെ എല്ലാ ഭാഷയും അറിയാം. സിസ്റ്റർ ആസാമീസിലും അവരുടെ ഭാഷയിലൊക്കെ അവരോട് പറഞ്ഞു, നിങ്ങൾ അവനെ ഒന്നും ചെയ്യരുത് ഞങ്ങളും പറഞ്ഞു. ഞങ്ങൾ കുറേ കരഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഉറക്കെ കൈ ഉയർത്തി പറഞ്ഞു, കൊന്തയും പിടിച്ച് കൈ ഉയർത്തി പറഞ്ഞു കഴിഞ്ഞപ്പം അവരുടെ ഇടയ്ക്ക് നിന്ന് ഒരു ബുഡയായ ഒരു മനുഷ്യൻ, ഒരു വയസ്സായ ഒരു മനുഷ്യൻ പറഞ്ഞു, ഇവർ ദൈവത്തിൻ്റെ ആൾക്കാരാണ്, ദൈവത്തിൻ്റെ മനുഷ്യർ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊന്നും ചെയ്യുന്നില്ല, അവനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക സിസ്റ്റർ എന്ന് പറഞ്ഞു. വടി വെച്ച് ഒരു കുത്ത് അവനോട്ട് ഒരു കുത്തു കൊടുത്തിട്ട് അവരെല്ലാവരും അങ്ങ് ഇറങ്ങിപ്പോയി. അവരിറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ വന്ന് ഞങ്ങളോട് എല്ലാവരും, ബാക്കി ബസ്സേലുണ്ടായിരുന്ന എല്ലാവരും പറഞ്ഞു, നിങ്ങൾ കാരണം അവൻ്റെ ജീവൻ രക്ഷിച്ചല്ലേ, അവനെ കൊന്നു കളഞ്ഞേക്കെന്ന് പറഞ്ഞു. പക്ഷേ അവരിറങ്ങിപ്പോന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കും കിലുകിലാന്ന് വിറയ്ക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും ഞങ്ങൾക്ക് രണ്ടുപേരും പറയുമായിരുന്നു, നമ്മൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച കാരണം മാതാവ് നമ്മളെ സഹായിച്ചു, മാതാവ് നമ്മുടെ കൂടെയുണ്ട് എന്നൊരു നമുക്ക് ഭയങ്കരമായിട്ട് തമ്പുരാൻ ഞങ്ങളങ്ങനെ പിന്നെ സ്തുതിച്ചുകൊണ്ട് വന്നു. അതുപോലെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളും പരിശുദ്ധ അമ്മയോട് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും പരിശുദ്ധ അമ്മയുടെ ധൈര്യവും എളിമയും സ്നേഹവും ഒക്കെ ഒത്തിരിയേറെ അനുഭവിച്ച നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ എപ്പോഴും എനിക്ക് തോന്നുന്നത് ദൈവത്തിൻ്റെ ഒരു കരം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴും ഇതാണ് വഴി, ഇതിലേ പോവുക, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നൊരു തമ്പുരാൻ്റെ ഒരു വചനം എപ്പോഴും ഞാൻ വിചാരിക്കാതെ തന്നെ അവിടുന്ന് എൻ്റെ ഉള്ളിലേക്ക് ചിലപ്പോഴും പല കാര്യങ്ങളിലും തന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. വളരെ പ്രത്യേകമായിട്ട് ഞങ്ങളിപ്പോൾ ഈ മിഷൻ ഏരിയയിൽ ഇവിടെയുള്ള പാവപ്പെട്ട പിള്ളേർക്ക് വേണ്ടിയും പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയൊക്കെ സേവനം ചെയ്യുകയാണ്. ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ട്. നമ്മുടെ നാടല്ല, നമ്മുടെ ഭാഷയല്ല, നമ്മുടെ ഭക്ഷണ രീതികളല്ല, ഒന്നും നമ്മുടേതാന്ന് പറയാൻ നമുക്കില്ല. പക്ഷേ നമ്മളിവിടെ വന്നിരുന്ന് ഈ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയും അവരുടെ ജീവിതത്തിൽ ഒരു ഉന്നതി ഉണ്ടായി കാണുകയും അവരൊരു നന്മ ചെയ്യുന്നത് കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിരിക്കുമ്പോൾ നമുക്ക് വരുന്ന വളരെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഒരു അനുഭവമാണ്. അപ്പം ഒത്തിരി കഷ്ടപ്പാടുകളുണ്ട്, കാര്യങ്ങൾ ചെയ്യാനും എത്തിപ്പിടിക്കാനും ഒക്കെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ട്. വളരെ പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഇവിടുത്തെ ഈ സെൻറ്ററിൽ ഇപ്പം ഞാനായിരിക്കുന്ന സ്ഥലത്ത് ആണെങ്കിലും ഞങ്ങൾക്ക് ഒത്തിരി കുട്ടികൾ പല സ്ഥലത്തുനിന്ന് വരുന്ന കുട്ടികളാണ്, പല ട്രൈബൽ ഗ്രൂപ്പിലെ കുട്ടികളാണ്. അപ്പോൾ അവർ തമ്മിലൊക്കെ ആദ്യ നാളുകളിലൊക്കെ അവരോടൊക്കെ ഇടപഴകാനും വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ചില കുട്ടികളൊക്കെ നമ്മൾ പറയുന്നൊന്നും കേൾക്കാറില്ല, അവരുടെ വഴിക്കൊക്കെ പോകും. അപ്പം ഓർക്കുമ്പം പക്ഷേ എല്ലാം കൂട്ടി തമ്പുരാനെ എന്ന് ഓർക്കുമ്പം ദൈവത്തിൻ്റെ ഈശോയുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്കതൊക്കെ ഒരു പ്രശ്നമല്ല. അതൊന്നും ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഐ ആം ദെയർ ഫോർ യു എന്ന് തമ്പുരാൻ പറയുന്ന വലിയൊരു അനുഗ്രഹമുണ്ട്. അതുപോലെ തന്നെ എനിക്കിപ്പം എല്ലാവരോടും പറയാനായിട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്നത്, മിഷൻ ഏരിയ എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ ബുദ്ധിമുട്ടുകളിലും ദൈവത്തിൻ്റെ വലിയ അനുഭവം നമുക്ക് ചെയ്യാൻ ഒത്തിരി സ്ഥലങ്ങൾ, ഒത്തിരി ഏരിയ നമുക്ക് ചെയ്യാനുണ്ട്. ഒരുപാട് മനുഷ്യർ ഈശോയുടെ സ്നേഹത്തെ അറിയത്തില്ല. അവരുടെ മോറൽ ലൈഫ് പലരുടെയും ഒക്കെ പല രീതിയിലുള്ള മോറലി താഴ്ന്ന നിലവാരമുള്ള മനുഷ്യരാണ്. അവർക്കൊക്കെ നമ്മൾ നന്മ പറഞ്ഞു കൊടുക്കും, സ്നേഹം പറഞ്ഞു കൊടുക്കും, തമ്പുരാനെ പറ്റി പറഞ്ഞു കൊടുക്കും. അങ്ങോട്ടും ശത്രുതയിൽ കഴിയുന്ന മനുഷ്യർക്ക് സ്നേഹത്തിൻ്റെ ഒരു ഭാവം നമ്മൾ പകർന്നു കൊടുക്കുകയും ചെയ്യുമ്പോൾ അവരിലേക്ക് ദൈവത്തിൻ്റെ കൃപ ഒഴുകി അവർ വഴി നടക്കുന്ന അത്ഭുതങ്ങളെ കാണുമ്പോൾ നമുക്ക് നന്ദി ദൈവമേ എന്ന് മാത്രം നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ.
അതുകൊണ്ട് മിഷൻ ഏരിയയിലേക്കൊക്കെ ഒരുപാട് യുവതികൾ, ഒരുപാട് സഹോദരി സഹോദരന്മാർ കടന്നു വരണം ഈശോയുടെ സേവനം ചെയ്യാൻ. പണ്ടൊക്കെ ശിഷ്യന്മാരെ ഈശോ പറഞ്ഞു വിട്ടതുപോലെ രണ്ടുപേരെയൊക്കെ പറഞ്ഞു വിട്ടതുപോലെ ഇന്നും ആൾക്കാരില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. സിസ്റ്റേഴ്സും അച്ഛന്മാരും ഒക്കെ വളരെ കുറവുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ആ സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നും അതുപോലെ എല്ലാ സ്ഥലത്തു നിന്നുമൊക്കെ ദൈവവിളികൾ ധാരാളം വരുമ്പോൾ ഈശോയുടെ സ്നേഹത്തെ നമുക്ക് അധികമായി ഈ ലോകത്തിലേക്ക് എല്ലാവർക്കും പകർന്നു കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരിക്കൽ കൂടി എൻ്റെ ജീവിതത്തെ ഞാൻ ഓർക്കുമ്പം എൻ്റെ കുടുംബത്തെയും അതുപോലെ എൻ്റെ സഭയെയൊക്കെ ദൈവം ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സഹോദരിമാർ ഒരുപാട് സേവനം ചെയ്തു. ഞങ്ങൾ 38 കൊല്ലമായിട്ട് ഞങ്ങൾ ഈ ആസാമിൽ വർക്ക് ചെയ്യുകയാണ്. ഒത്തിരി സഹോദരിമാർ ഒരുപാട് ഭാഷകളൊക്കെ പഠിച്ച് ഞങ്ങൾ സിസ്റ്റേഴ്സ് ഒരുപാട് സേവനമൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ. ഞാൻ എൻ്റെ കുടുംബത്തെ, എൻ്റെ വീടിനെ പറ്റി ഓർക്കുമ്പം ദൈവത്തിൻ്റെ ഒത്തിരി കൃപ എൻ്റെ ദൈവവിളി വഴി എനിക്ക് പറയാൻ പറ്റും. അതുപോലെ എൻ്റെ കുടുംബത്തിലേക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ മടത്തിൽ പോന്നു കഴിഞ്ഞപ്പോൾ ഞാനിപ്പോഴും ഓർക്കുക, എൻ്റെ ഏറ്റവും ഇളയ ആങ്ങള, അവനോട് എനിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. കുഞ്ഞിക്കുട്ടൻ എന്നാണ് ഞങ്ങളിപ്പോഴും വിളിക്കുന്നത് അവനെ. അവൻ കുഞ്ഞിക്കുട്ടൻ എന്നിട്ട് ഞാൻ കയറി ഓട്ടോയുടെ പുറകെ കരഞ്ഞുകൊണ്ട് അവനോടി, കുഞ്ഞേച്ചി പോകല്ലേ. പക്ഷേ തിരിഞ്ഞു നോക്കാതെ ഞാൻ ഓട്ടോയിലിരുന്ന് ഞാൻ പോന്നു. എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു പോന്നു കഴിഞ്ഞപ്പം. പക്ഷേ ഇന്ന് എൻ്റെ കുഞ്ഞിക്കുട്ടൻ അവൻ കപ്പൂച്ച സഭയിൽ ദൈവശാസ്ത്ര വിദ്യാർത്ഥിയാണ്, 1ാം വർഷ ദൈവശാസ്ത്ര വിദ്യാർത്ഥിയാണ്. അവൻ ഡൽഹി വിദ്യാജ്യോതിയിൽ ഫസ്റ്റ് ഇയർ തിയോളജി ചെയ്യുകയാണ്. അപ്പം അവൻ്റെ ആ ഓട്ടം ഇന്നിപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ്റെ ഓട്ടം എൻ്റെ തമ്പുരാൻ്റെ അടുത്തേക്കായിരുന്നു. ഇനി അവന് വേണ്ടിയും അതുപോലെ എൻ്റെ വീടിന് വേണ്ടിയും അതുപോലെ എൻ്റെ കോൺഗ്രിഗേഷന് വേണ്ടിയും ഞങ്ങൾ ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ സേവനങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന യാചിക്കുന്നു. തമ്പുരാന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ദൈവം വാരിക്കോരിച്ചൊരിയും. ആ വിട്ടുകൊടുക്കൽ ഒരു വളരെ വേദനയുടെ ഒരു അനുഭവമാണ്. അത് ആര് വിട്ടുകൊടുത്തിട്ടുണ്ടോ അവർക്കൊക്കെ വേദനയുടെ അനുഭവങ്ങളായിട്ട് അത് പോയിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് എൻ്റെ ജീവിതത്തെ പറ്റി തോന്നുമ്പോൾ ഞങ്ങളുടെ പോസ്റ്റ്ലൻസിയിൽ നോവിഷ്യേറ്റിൽ കയറാൻ പോകുന്നതിന് മുൻപ് ഞങ്ങൾക്ക് ഒരു 10 ദിവസത്തെ അവധിക്ക് വീട്ടിൽ വരും. ആ അവധിക്ക് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ മമ്മി ഹിസ്റ്ററക്ടമിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിലിരിക്കുക. മമ്മിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ബാക്കി പിള്ളേരെല്ലാവരും ചെറുതാണ്. അപ്പം ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മമ്മി ഇങ്ങനെ വയ്യാതിരിക്കുന്നു. അപ്പം പപ്പായും മമ്മിയും ഒന്നും എന്നോട് പറഞ്ഞില്ല. പക്ഷേ ആൻറ്റിമാരും എല്ലാവരും എന്നോട് പറഞ്ഞു, എടി മോളെ നീയാണല്ലേ മൂത്തത്, അപ്പം നിൻ്റെ മമ്മി ഇതുപോലെ വയ്യാതെ കഞ്ഞി കൊടുക്കാനും വെള്ളം കൊടുക്കാനും ഒന്നും ആരുമില്ല. മമ്മി ഇതുപോലെ വയ്യാതിരിക്കുമ്പോൾ നീ പെട്ടെന്ന് മടത്തിൽ പോയാൽ എന്ത് ചെയ്യും? എനിക്കതൊരു ഭയങ്കര ചഞ്ചലിപ്പിൻ്റെ ഒരു അനുഭവമായിരുന്നു. ഞാൻ മമ്മിയെ നോക്കണോ അതെയോ തിരിച്ച് നോവിഷ്യേറ്റിലേക്ക് പോകണോ, അതൊരു വല്ലാത്തൊരു ചിന്തയും ഒരു വിഷമത്തിൻ്റെ ഒരു അനുഭവമായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് വിചാരിച്ചു, ഞാൻ ഏതായാലും 1 വർഷം ഞാൻ ഇവിടെ നിൽക്കാം, അത് കഴിഞ്ഞ് ഞാൻ പിന്നെ നോവിഷ്യേറ്റിലോട്ട് പോകാം എന്നും. പക്ഷേ എൻ്റെ മമ്മി എന്നോട് പറഞ്ഞു, മോളെ നിനക്ക് ദൈവവിളിയുണ്ട്, നിനക്ക് ഇഷ്ടമാണെങ്കിൽ മാതാവ് മമ്മിയുടെ കാര്യമൊക്കെ അന്വേഷിച്ചോളും, മോള് പൊക്കോ എന്ന് മമ്മി എന്നോട് പറഞ്ഞു. പക്ഷേ എന്നാലും ഞാൻ നോവിഷ്യേറ്റിലെ ഞങ്ങളുടെ സിസ്റ്റർ ടെസ്സിനെ ഞാൻ വിളിച്ചു പറഞ്ഞു, സിസ്റ്ററെ എൻ്റെ മമ്മി ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് വീട്ടിലിരിക്കുക, ഞാനത് കാരണം എങ്ങനെയാണ് ഞാൻ വരുന്നത്, ഞാൻ 1 കൊല്ലം കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ സിസ്റ്ററെ എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ എന്ന് പറഞ്ഞു, മോളെ നീ വീട്ടിൽ നിന്ന് നീ വീട് നോക്കിയാൽ ജെൻസി മാത്രമേ വീട് നോക്കാനുണ്ടാവുകയുള്ളൂ. പക്ഷേ മോളത് ഈശോ തമ്പുരാന് കൊടുത്ത് മോള് നോവിഷ്യേറ്റിലേക്ക് വന്ന ദൈവം എൻ്റെ കൊച്ചിൻ്റെ വീട് നോക്കുമെന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അന്ന് എൻ്റെ സിസ്റ്റർ പറയുന്നതനുസരിച്ച് ഞാൻ നോവിഷ്യേറ്റിലേക്ക് വന്നു. അതൊരു വല്ലാത്തൊരു വേദനയുടെ അനുഭവമായിരുന്നു. തമ്പുരാന് വിട്ടുകൊടുത്ത് നോവിഷ്യേറ്റിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വീട്ടിൽ അന്ന് തൊട്ട് എൻ്റെ വീട്ടിൽ ഒരുപാട് കൃപകൾ ഭൗതികമായിട്ടും ആധ്യാത്മികമായിട്ടും ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരാൻ തുടങ്ങി. എൻ്റെ പപ്പായ്ക്ക് ആ നാളുകളിൽ എൻ്റെ പപ്പായ്ക്ക് ഒരു സെറിബട്ടിൻ്റെ ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു അവാർഡ് കിട്ടി. അതുപോലെ അതൊരു ഭൗതികമായ കാര്യങ്ങൾ, ആധ്യാത്മികമായിട്ടാണെങ്കിലും
വളരെ പ്രാർത്ഥനയിലൊക്കെ ഞങ്ങളുടെ കുടുംബം വളരാനും എല്ലാ തരത്തിലും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹങ്ങളുണ്ടായി. അതുപോലെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഒരുപാട് സഹനങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും വിഷമങ്ങളൊക്കെ ഉണ്ട്. സഹനങ്ങളൊക്കെ ഇതൊന്നും ആരുടെയും കുറ്റം കൊണ്ട് സംഭവിക്കുന്നതല്ല. ജീവിതത്തിലുണ്ടാകുന്ന വേദനകളും കഷ്ടപ്പാടുകളൊക്കെ ഈ കഷ്ടപ്പാടിൻ്റെയും വേദനകളുടെയൊക്കെ മുൻപിൽ നിൽക്കുമ്പോൾ നമ്മൾ ദൈവമേ ത്തിലേക്ക് എല്ലാം സമർപ്പിച്ച, എല്ലാം വിട്ടുകൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തമ്പുരാൻ്റെ കൃപ നമ്മളിലേക്ക് എല്ലാവരിലേക്കും ഒഴുകും. ദൈവത്തിൻ്റെ കൃപയുടെ ആ സ്രോത് നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ കൃപ എല്ലാ നേരവും നമ്മുടെ മുകളിലുണ്ട് ആ കൃപ. പക്ഷേ നമ്മൾ വിട്ടുകൊടുത്തു കഴിയുമ്പോൾ ആ കൃപ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഇന്നിപ്പോൾ നിങ്ങൾ എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെയൊക്കെ ജീവിതങ്ങളിൽ ഒരുപാട് നൊമ്പരങ്ങളുണ്ടായിരിക്കാം, ഒരുപാട് വേദനകളുണ്ടായിരിക്കാം. ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന നിമിഷങ്ങളും മണിക്കൂറുകളും മാസങ്ങളും പ്രാർത്ഥിച്ച് ഫലമണിയാത്ത പ്രാർത്ഥനകൾ നിങ്ങൾക്കുണ്ടായിരിക്കാം. ഈശോയുടെ മുൻപിൽ നമുക്കെല്ലാം സമർപ്പിക്കാം. നമ്മെ അറിയുന്ന, നമ്മുടെ കാര്യങ്ങളെ മനസ്സിലാക്കുന്ന, എന്നും നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് എന്നും നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന, ഇതാണ് ഞാൻ, ഇതാണ് വഴി, ഇതിലേ മുന്നോട്ട് പോയി എന്ന് നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളോട് മന്ത്രിക്കുന്ന തമ്പുരാൻ്റെ മുന്നിൽ നമ്മുടെ എല്ലാ വേദനകളെയും ദുഃഖങ്ങളെയും കഷ്ടപ്പാടുകളെയും ബുദ്ധിമുട്ടുകളെയും നമുക്കൊക്കെ സമർപ്പിക്കാം. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നിന്റെ തലയിലെ തലമുടികൾ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. നീ ഒന്നിനെക്കുറിച്ചും ആകുലനാകേണ്ട, ദൈവം നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. നമ്മുടെ ഓരോ കഷ്ടതകൾ, വേദനകൾ, നമ്മുടെ ആകുലതകൾ ഒക്കെ തമ്പുരാൻ്റെ കയ്യിൽ നമുക്ക് കൊടുക്കാം. അവനവിടെ അതെല്ലാം സുരക്ഷിതമായിട്ട് വെച്ച് നമ്മളെ ഓരോരുത്തരെയും ഓരോ വേദനകളെയും ബുദ്ധിമുട്ടുകളെയൊക്കെ ദൈവം ഏറ്റെടുത്ത് നമ്മുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവായ തമ്പുരാൻ അവിടുന്ന് അതെല്ലാം ഏറ്റെടുക്കും. നമ്മുടെ തമ്പുരാൻ്റെ മുന്നിലെല്ലാം നമുക്ക് ഒന്ന് ചേർന്ന് സമർപ്പിക്കാം. ഇന്നേ ദിവസം ഈ പരിപാടിയിൽ കാണുന്ന എല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് നല്ല ദൈവത്തിന് മുൻപിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് എല്ലാ ദുഃഖങ്ങളിലും വേദനകളിലും രോഗങ്ങളിലുമൊക്കെ ആയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് തമ്പുരാൻ്റെ മുൻപിൽ നമുക്ക് ആയിരിക്കാം. കരുണയും സ്നേഹവും നിറഞ്ഞ നല്ല തമ്പുരാനെ, ഇന്നേ ദിനം ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്നേ ദിവസം വളരെ പ്രത്യേകമായി ഞങ്ങളുടെയൊക്കെ മനസ്സിൻ്റെ വേദനകളെ, ബുദ്ധിമുട്ടുകളെ, ഞങ്ങളുടെ ആകുലതകളെ, അസ്വസ്ഥതകളെ ഒക്കെ സമർപ്പിക്കുന്നു നല്ല തമ്പുരാനെ. നീയാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാം. അങ്ങയുടെ തിരുമുൻപിൽ ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളെ സമർപ്പിക്കുന്നു. അങ്ങയുടെ കൃപയ്ക്കനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപയ്ക്ക് മേൽ കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിമന്ത്രണങ്ങളോട് സഹകരിച്ചുകൊണ്ട് ഓരോ നിമിഷവും ഞങ്ങളുടെ ജീവിതങ്ങളെ നയിക്കുവാനുള്ള വലിയ കൃപ നൽകി ഞങ്ങളെ സഹായിക്കണമേ, ശക്തിപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധി അമ്മേ മാതാവേ, ദൈവഹിതത്തിന് മുൻപിൽ ഓരോ നിമിഷവും അങ്ങ് ഇതാ കർത്താവൻ ദാസി എന്ന് അടിയറവ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് അടിയറവ് പറഞ്ഞ് ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. വിശുദ്ധ യൗസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ കാവൽ മാലാഖമാരെ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.